ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. എവ്രിവൺ, എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന UG PG കോഴ്സുകൾക്ക് അംഗീകാരമില്ലേ എന്നുള്ളത് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്നുള്ള ഒരു ഡൗട്ടാണ്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു ഡൗട്ടാണ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞിട്ട് ഏത് ഡിഗ്രി കോഴ്സ് എടുക്കണമെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടികളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കായി നമ്മൾ ഫൗണ്ടേഷൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സുകൾ തികച്ചും സൗജന്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഒരു സെമസ്റ്റർ, അതായത് ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ഒക്കെ എഴുതാൻ പോകുന്ന കുട്ടികൾ അവരുടെ എക്സാമിൻ്റെ ടൈമൊക്കെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വരുന്ന കുട്ടികൾ നോർമലി ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളെല്ലാം അംഗീകാരമുള്ളതാണോ എന്നുള്ളത്. അപ്പോൾ അത്തരം സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അവർ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകളെല്ലാം അംഗീകാരമുള്ളതാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അവരിങ്ങനെയുള്ള ഡൗട്ടുകൾ ചോദിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു ഡൗട്ടാണ് ഇന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ നിലവിൽ വന്നിട്ടുള്ള ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏക ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്നത് 2020 സെപ്റ്റംബറിലാണെങ്കിലും UGC അപ്രൂവ് ചെയ്തത് 2021 അതായത് UGC നിയമപ്രകാരം ശ്രീനാരായണ ഗുരു നിലവിൽ വന്നത് 2021 നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം, അല്ലാണ്ട് സ്റ്റുഡൻസ് റെഗുലർ ആയിട്ട് പഠിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റീസ് എല്ലാം UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതും UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏക ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ UGC അപ്രൂവ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് എന്ന് പറയുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും UGC അംഗീകാരമുള്ളതാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി ചെയ്യുന്നത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റികളിൽ റെഗുലർ ആയിട്ട് ഡിഗ്രി ചെയ്യുന്ന സ്റ്റുഡൻസിന് തുല്യമായിരിക്കും. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 28 കോഴ്സുകളാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ തന്നെ 4 കോഴ്സുകളാണ് 4 ഇയർ ഡിഗ്രി കോഴ്സുകളായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 10 3 ഇയർ ഡിഗ്രി കോഴ്സുകളും 12 PG കോഴ്സുകളുമാണ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ടോട്ടൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം 28 കോഴ്സുകളാണ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 28 കോഴ്സുകളും UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിയോ PGയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയും ആയതുകൊണ്ട് നിങ്ങൾക്ക് കേരള PSC, UPSC, SSC പോലെയുള്ള ചലഞ്ചിങ് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ MHRD അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു MHRD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു MHRDയും അതുപോലെ തന്നെ UGCയും കേരള PSCയും അപ്രൂവ് ചെയ്തിട്ടുള്ള നമ്മുടെ ഏക ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുള്ള കുട്ടികളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളും അംഗീകാരമുള്ളതാണോ എന്ന് ചോദിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ഒരു ധാരണ കിട്ടിക്കാണും. നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളും UGC അതുപോലെ തന്നെ MHRD PSC അപ്രൂവ്ഡ് ആണ്. അപ്പോൾ അതോടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ പെൻഡിങ് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമ്മൾ നെക്സ്റ്റ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.